ണ്ടാകാനുള്ള കോശങ്ങൾ, ഇതിന്റെ എല്ലാം ഘടനയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് മസ്തിഷ്കമുണ്ടാകാൻ ആവശ്യമായ ന്യൂറോണിന്റെ ഘടനയും ഹൃദയമുണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ടിഷ്യൂയുടെ ഘടനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും ഇതിലെല്ലാം അത്ഭുതകരമായി സമാനമായി കാണുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമുണ്ട്, DNA. അതിൽ മാർഗനിർദ്ദേശത്തിന്റെ രൂപത്തിലുള്ള ജീനുകളുണ്ട്. ഉദാഹരണത്തിന് ഹൃദയമുണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന കോശത്തിൽ മറ്റു അവയവങ്ങൾ, ഹൃദയവും കരളും എല്ലാം ഉണ്ടാകുവാനുള്ള, വൃക്കയുമെല്ലാം ഉണ്ടാകുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ആ മാർഗനിർദ്ദേശങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയും ഹൃദയമുണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള മാർഗനിർദ്ദേശം മാത്രം ഉണർന്നിരിക്കുന്നത് കൊണ്ട് അത് ഹൃദയമായി തീരുന്നു. കരളുണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന കോശത്തിൽ മറ്റു അവയവങ്ങളെല്ലാം ഉണ്ടാകുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ആ മാർഗനിർദ്ദേശങ്ങളെല്ലാം ഇനാക്റ്റീവായിട്ട് ഉറങ്ങിക്കിടക്കുകയും കരളുണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള മാർഗനിർദ്ദേശം മാത്രം ഉണർന്നിരിക്കുന്നത് കൊണ്ട് അത് കരളായിത്തീരുന്നു. ഈ ഡയറക്ഷൻസ്, ഈ ഇൻഫർമേഷൻ, ഈ മാർഗനിർദ്ദേശം ആരാണ് നൽകിയിരിക്കുന്നത്? നിരീശ്വരവാദികൾ പറയുന്നു യാദൃശ്ചികമായിട്ടുണ്ടായി എന്ന്. നിങ്ങളുടെ അടുത്ത് ദൈവമില്ല എന്ന് പറയുന്ന ആരെങ്കിലും വന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ കയ്യിലുള്ള പേനയെടുത്ത് കൊടുത്തിട്ട് പറയുക, നിങ്ങളുടെ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കൂ. ഒരു പരിശീലനവും ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ കുഞ്ഞ് എത്ര നാളുകൾ കടലാസിൽ കുത്തിവരച്ചാലും യാദൃശ്ചികമായിട്ട് വാക്കുകളാകില്ല, വാക്കുകൾ കൂടിയ വാചകങ്ങളാകില്ല, വാചകങ്ങൾ കൂടിയ ആശയങ്ങളാകില്ല, ആശയങ്ങൾ കൂടിയ കഥയാകില്ല, കവിതയാകില്ല, പ്രബന്ധമാകില്ല. ഒരു കവിത എഴുതുന്നതിന് മുൻപ് കവിയുടെ മനസ്സിൽ ഭാവനയുണ്ടാകും. അത് കടലാസിൽ കുത്തിക്കുറിക്കുമ്പോഴാണ് കവിതയുണ്ടാകുന്നത്. അതല്ലാതെ ഒരു കുഞ്ഞ് കടലാസിൽ എത്ര നാൾ കുത്തിക്കുറിച്ചാലും യാദൃശ്ചികമായിട്ടൊരു കവിതയുണ്ടാകില്ല എങ്കിൽ അതിനേക്കാൾ സങ്കീർണമായ മനുഷ്യ ശരീരം എങ്ങനെയുണ്ടായി? നിരീശ്വരവാദികൾ പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഫോടനം നടന്നപ്പോൾ യാദൃശ്ചികമായിട്ട് ജീവനാധാരമായ അമിനോ ആസിഡ് ഉണ്ടായി. ഈ അമിനോ ആസിഡ് നശിക്കാതെ ഒരുപാട് വർഷങ്ങൾ കിടന്നപ്പോൾ മറ്റൊരു അമിനോ ആസിഡ് യാദൃശ്ചികമായി ഉണ്ടായി. ഈ അമിനോ ആസിഡുകൾ യാദൃശ്ചികമായിട്ട് കൂടിച്ചേർന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടായി. കാലത്തിന്റെ പ്രയാണത്തിൽ ഒരുപാട് പ്രോട്ടീൻ മോളിക്യൂളുകൾ ഉണ്ടായി. ഈ പ്രോട്ടീൻ മോളിക്യൂളുകൾ കൂടിച്ചേർന്നുകൊണ്ട് ഒരു സെല്ലുണ്ടായി. ഈ സെല്ല് വിഭജിച്ച് ബഹുകോശ ജീവികളായി അവസാനം മനുഷ്യരിലെത്തി എന്നതാണ്. യുക്തിവാദം എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് വാദിക്കുക എന്നാണ് അർത്ഥം. യാദൃശ്ചികമായിട്ടൊരു ഗ്രന്ഥശാലയിൽ ഒരു സ്ഫോടനം നടന്നാൽ ഒരു കാളിദാസ കൃതി ഉണ്ടാകുമോ? ഒരു കുരങ്ങൻ ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ ആഴ്ചകളോളം മാസങ്ങളോളം ടൈപ്പ് ചെയ്താൽ ഒരു ഷേക്സ്പിയറിന്റെ ഡ്രാമയുണ്ടാകുമോ? ഇരുമ്പും തുരുമ്പും കിടക്കുന്ന തുറാസായ പ്രദേശത്തിലൂടെ ഇടിമിന്നലും കൊടുങ്കാറ്റും കടന്നുപോയാൽ യാദൃശ്ചികമായിട്ടൊരു പ്ലെയിൻ ഉണ്ടാകുമോ? ഭൂമി കുലുക്കങ്ങൾ കൊണ്ട് പട്ടണങ്ങൾ ഉണ്ടായിട്ടില്ല, നശിച്ചിട്ടേയുള്ളൂ. സ്ഫോടനങ്ങളിലൂടെ ഉന്നത സൃഷ്ടികൾ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഹിരോഷിമയിലും നാഗാസാകിയിലും നടന്ന സ്ഫോടനങ്ങളിലൂടെ ഉന്നത സൃഷ്ടികൾ ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ ഇന്നും അവിടെ പിറന്നു വീഴുന്ന പൈതങ്ങൾക്ക് പോലും അംഗവൈകല്യമാണ്. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതെന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയാമോ? ഒരു വസ്തുവെ നാം പരിചരിക്കുന്നില്ല എങ്കിൽ ആ വസ്തു നശിക്കുകയുള്ളൂ, നന്നാവുകയില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ കമ്പ്യൂട്ടർ നശിക്കും, നന്നാകില്ല. നിങ്ങളുടെ കാർ ഷെഡിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് ഒരു വർഷത്തിന് ശേഷം ആ കാർ ഷെഡിന്റെ ഗറാഷിന്റെ കതക് തുറന്നു നോക്കിയാൽ കാറിന്റെ ടയറിൽ കാറ്റുണ്ടാവുകയില്ല, ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവുകയില്ല, ബോഡി തുരുമ്പെടുത്ത് കാണും, കീ തിരിച്ചാൽ കാർ സ്റ്റാർട്ട് ആവുകയില്ല. മറിച്ച് ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ടയറിൽ കാറ്റുണ്ട്, ബാറ്ററിയിൽ ചാർജ് ഉണ്ട്. ഒറ്റ കീ തിരിച്ചപ്പോൾ തന്നെ കാർ സ്റ്റാർട്ട് ആകുന്നുവെങ്കിൽ ബുദ്ധിയുള്ള യുക്തിയുള്ള നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ അഭാവത്തിൽ ആരോ കാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. ഇതാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. 1988 ബേർലിനിൽ വലിയൊരു എയർ ഷോ നടന്നു. 10 വിമാനങ്ങൾ അന്തരീക്ഷത്തിൽ രൂപമുണ്ടാക്കുകയും ഹൃദയത്തിന് രൂപമുണ്ടാക്കുകയും ഒരു വിമാനം അതിൽ നിന്ന് അടർന്നിട്ടൊരു ഹൃദയത്തിന്റെ ഉള്ളിലൂടെ തുളഞ്ഞു കയറുന്ന ഒരു അഭ്യാസ പ്രകടനം. ഒരുപാട് നാളത്തെ പരിശീലനത്തിന് ശേഷം മാത്തമാറ്റിക്കൽ പ്രിസിഷനോടുകൂടി അരങ്ങേറി. വിമാനങ്ങൾ കൂട്ടിയിടിച്ചു, വൈമാനികർ മരിച്ചു, കാഴ്ചക്കാർ മരിച്ചു. പ്രപഞ്ചത്തെ സംബന്ധിച്ചൊന്ന് തിരിഞ്ഞു നോക്കുക, ഒന്ന് ചിന്തിക്കുക. കോടാനുകോടി നക്ഷത്രക്കൂട്ടങ്ങൾ, ഒരു നക്ഷത്രക്കൂട്ടത്തിന്റെ ഉള്ളിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ, അതിന്റെ ചുറ്റും ഗ്രഹങ്ങൾ. നമുക്ക് സങ്കല്പിക്കുവാൻ സാധിക്കുന്നതിനേക്കാൾ വേഗതയിൽ എല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു സൃഷ്ടാവ് ഉണ്ടായാൽ മാത്രം പോരാ, സൃഷ്ടിക്കുകയും വേണം. ഞാൻ സാധാരണ ഒരു കഥ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ കഥ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുമെങ്കിൽ പരിണാമവാദവും നിങ്ങൾക്ക് വിശ്വസിക്കാം. കഥ ഇപ്രകാരമാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഫോടനം നടന്നപ്പോൾ ഒരു യാദൃശ്ചികമായിട്ടൊരു ഇഷ്ടിക ബ്രിക്ക് ഉണ്ടായി. ഈ ഇഷ്ടിക നശിക്കാതെ കിടന്നപ്പോൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ഇഷ്ടികയുണ്ടായി. കാലത്തിന്റെ പ്രയാണത്തിൽ ഒരുപാട് ഇഷ്ടികകൾ ഉണ്ടായി. ഈ ഇഷ്ടികകൾ കൂടിച്ചേർന്ന് ഒരു ഇഷ്ടിക മറ്റൊരു ഇഷ്ടികയുടെ പുറത്ത് ബൈ ചാൻസ് ചാടിക്കയറി ഒരു കെട്ടിടമുണ്ടായി. ജനലിന്റെയും വാതിലിന്റെയും ഇടങ്ങൾ അത് തുറസായിട്ടിട്ടു. അവിടെ ജനലും വാതിലും കറക്റ്റായിട്ട് ഫിറ്റായി നിന്നു.
ഭൂമിക്കടിയിലുള്ള രാസപദാർത്ഥങ്ങൾ സിമന്റായി തീരുകയും സ്പാർക്കൽ നടന്നു, കമ്പി ഇരുമ്പായി തീർന്നു, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സും ഡ്രെയിനേജ് സിസ്റ്റവും എല്ലാം യാദൃശ്ചികമായി ഉണ്ടായി. നിരീശ്വരവാദികൾ പറയും നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന്. കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതുപോലൊരു പട്ടണം നിലവിൽ വന്നുവെന്നും ഫാക്ടറികൾ ഉണ്ടായെന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷൻസ് ഉണ്ടായെന്നും ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടായെന്നും എല്ലാം നിങ്ങൾ വിശ്വസിക്കണം. ഈ കഥ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കില്ല എങ്കിൽ പരിണാമവാദവും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഒരു പട്ടണത്തെക്കാൾ സങ്കീർണമാണ് ഒരു ശരീരത്തിന്റെ ഉള്ളിലെ കോടാനുകോടി കോശങ്ങളിൽ ഒരു കോശത്തിന്റെ ഉള്ളിലെ ഘടന. അതിലൊരുപാട് കെട്ടിടങ്ങളുണ്ട്. അതിനെ നാം പ്രോട്ടീൻ മോളിക്യൂളുകൾ എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉപകെട്ടിടങ്ങളുണ്ട്. അതിനെ അമിനോ ആസിഡുകൾ എന്ന് വിളിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനങ്ങളുടെ ഉത്തുംഗതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും യാദൃശ്ചികമായിട്ടൊരു കോശമുണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർക്ക് തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒരു കോശം പോയിട്ട് അതിലടങ്ങിയിട്ടുള്ള അനേകം പ്രോട്ടീൻ മോളിക്യൂളുകളിൽ ഒരു പ്രോട്ടീൻ മോളിക്യൂളെങ്കിലും യാദൃശ്ചികമായി ഉണ്ടാകുമെന്ന് ശാസ്ത്രത്തിന് തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ പോയിട്ട് അതിലടങ്ങിയിട്ടുള്ള അനേകം അമിനോ ആസിഡുകളിൽ ഒരു അമിനോ ആസിഡെങ്കിലും യാദൃശ്ചികമായി ഉണ്ടാകുമെന്ന് ശാസ്ത്രത്തിന് തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്ര സങ്കീർണമായ മനുഷ്യനുണ്ടായെന്ന് പറയുന്നത്? കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പർവ്വതങ്ങളിൽ മഴ പെയ്തിട്ടും മൈക്കലാഞ്ചലോ കൊത്തിവെച്ചതുപോലെ ഒരു പ്രതിമയുണ്ടായിട്ടില്ല. ഇന്ന് ക്ലോണിങ്ങിന്റെ യുഗത്തിലാണ്. പലരും പറയുന്നു ക്ലോണിങ്ങിലൂടെ ശാസ്ത്രജ്ഞർ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ജനിപ്പിക്കുന്നു, സൃഷ്ടിക്കുന്നില്ല. എന്താണ് സൃഷ്ടിക്കുക എന്നതും ജനിപ്പിക്കുക എന്നതും തമ്മിലുള്ള വ്യത്യാസം? ഒരു മരത്തിന്റെ കസേര ഒരു ആശാരി ഉണ്ടാക്കിയാൽ ആശാരി മരത്തിന്റെ കസേര സൃഷ്ടിച്ചെന്ന് പറയില്ല, ഉണ്ടാക്കിയെന്ന് പറയുള്ളൂ. മരം അല്ലാഹു സൃഷ്ടിച്ചതാണ്. ഒരു ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങളിലെ ഒരു കോശത്തിന്റെ ഉള്ളിലെ ന്യൂക്ലിയസ് എടുത്തിട്ട് അതിന്റെ ഇണയുടെ അണ്ടത്തിന്റെ ന്യൂക്ലിയസ് കളഞ്ഞ് അതിൽ നിക്ഷേപിച്ച് സിക്താണ്ഡമുണ്ടാക്കി ഇണയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് ശാസ്ത്രജ്ഞർ കുഞ്ഞിനെ ജനിപ്പിക്കുന്നു. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞിന് സാദൃശ്യമുണ്ടാകും, ആള് വേറെയാണ്. പക്ഷെ ഇത് പറയാനൊരു കാരണമുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയൊരു മനുഷ്യന്റെ തലമുടിയിൽ നിന്നൊരു കോശമെങ്കിലും കിട്ടുമെങ്കിൽ ക്ലോണിങ്ങിലൂടെ അതുപോലെ ഒരാളെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന്, ജനിപ്പിക്കാൻ കഴിയുമോ എന്ന് ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാം സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ സൃഷ്ടാവിന് മണ്ണായി തീർന്ന മനുഷ്യനെ, ചാരമായി തീർന്ന മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അവിടെയാണ് ഖുർആൻ പറയുന്നത് ആദ്യമായിട്ട് നാമാണ് സൃഷ്ടിച്ചത് എങ്കിൽ വീണ്ടും നമ്മെ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. ചുരുക്കത്തിൽ മരണം ഒരു യാഥാർത്ഥ്യമാണെന്നതുപോലെ, ലോകാവസാനം ഒരു യാഥാർത്ഥ്യമാണെന്നതുപോലെ, ഖബറുകളിൽ മണ്ണായി തീർന്ന മനുഷ്യനെ വീണ്ടും അല്ലാഹുവിന് സൃഷ്ടിക്കാൻ കഴിയുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സൗരയുദ്ധ വ്യവസ്ഥയിലെ വിശാലമായ ശ്മശാനത്തിൽ സകലമാന സൗഭാഗ്യങ്ങളോടും നിർഭാഗ്യങ്ങളോടും കൂടി എന്നേക്കുമായി അവസാനിക്കുന്നതാണ് മനുഷ്യ ജീവിതം എന്ന് നിരീശ്വരവാദികൾ പറയുമ്പോൾ, സമകാലിക ലോകത്തിനപ്പുറത്ത് പ്രവിശാലമായൊരു ലോകമുണ്ടെന്നും മനുഷ്യന്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്ന പ്രവിശാലമായ ലോകത്തിലേക്കുള്ള യാത്ര മാത്രമാണ് മരണമെന്നും ജീവിതത്തിന്റെ പരിസമാപ്തിയല്ല എന്നും ഈശ്വര വിശ്വാസികൾ പറയുന്നു. മരണസമയത്ത് മനുഷ്യനിൽ നിന്ന് പുറത്തു പോകുന്ന ആത്മാവിനെ ആരും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ആത്മാവില്ല എന്ന് നിരീശ്വരവാദികൾ വാദിക്കുമ്പോൾ, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവനുണ്ടായിട്ടുള്ള തോട്ട്സ്, ചിന്തകൾ ആരും കണ്ടിട്ടില്ല, തൊട്ടുനോക്കിയിട്ടില്ല. ചിന്ത ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ ആത്മാവും ഒരു യാഥാർത്ഥ്യമാണെന്ന് ഈശ്വര വിശ്വാസികൾ സമർത്ഥിക്കുന്നു. മരണത്തോടെ അവസാനിക്കുന്നതാണ് ജീവിതമെന്ന് നിരീശ്വരവാദികൾ വാദിക്കുമ്പോൾ, ആറ്റം പരമാണു നശിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ശക്തി പ്രകടമാകുന്നത്. അതുപോലെ മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നതെന്ന് ഈശ്വര വിശ്വാസികൾ വാദിക്കുന്നു. ഇഹലോകം പരലോകം എന്നിങ്ങനെ രണ്ടില്ല എന്ന് നിരീശ്വരവാദികൾ വാദിക്കുമ്പോൾ, അള്ളാഹു എല്ലാം ഇണകളായിട്ടാണ് സൃഷ്ടിച്ചതെന്നും പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോൺ പ്രോട്ടോൺ ഡേ നൈറ്റ് മെയിൽ ഫീമെയിൽ എന്നതുപോലെ ഇഹലോകത്തിന് ബദലായൊരു പരലോകമുണ്ടെന്ന് ഈശ്വര വിശ്വാസികൾ സമർത്ഥിക്കുന്നു. മരണശേഷം നമുക്ക് വേദന അനുഭവപ്പെടുകയോ ആഹ്ലാദം അനുഭവപ്പെടുകയോ ചെയ്യുകയില്ല എന്ന് നിരീശ്വരവാദികൾ വാദിക്കുമ്പോൾ, മരണവുമായി അഭേദ്യ ബന്ധമുള്ള ഉറക്കത്തിൽ കണ്ണുകൾ അടഞ്ഞു കിടക്കുമ്പോഴും നാം കാണാറില്ലേ? കൈകൾ നിശ്ചലമായിരിക്കുമ്പോഴും നാം പ്രവർത്തിക്കാറില്ലേ? കാലുകൾ നിശ്ചലമായിരിക്കുമ്പോഴും നാം നടക്കാറില്ലേ? നമുക്ക് വേദന അനുഭവപ്പെടാറില്ലേ? ആഹ്ലാദം അനുഭവപ്പെടാറില്ലേ? ഇത് തന്നെയാണ് പരലോകത്തിൽ വീണ്ടും അള്ളാഹു സൃഷ്ടിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് ഈശ്വര വിശ്വാസികൾ സമർത്ഥിക്കുന്നു. ഒരു വ്യക്തി ഒരാളെ വധിച്ചാൽ അയാളെ തൂക്കിക്കൊല്ലാം. ആയിരക്കണക്കിന് ആളുകളെ വധിച്ച ക്രൂരരായിട്ടുള്ള ഭരണാധികാരികൾക്ക് ആയിരക്കണക്കിന് വധശിക്ഷകൾ നൽകാൻ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ ആരെയെങ്കിലും നിങ്ങൾ അപമാനിച്ചാൽ നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന നൊമ്പരം മറന്ന് അതിനനുസൃതമായ ഒരു ശിക്ഷ എനിക്ക് നൽകുവാൻ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനെ സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ മരണം ഒരു യാഥാർത്ഥ്യമാണെന്നതുപോലെ, ലോകാവസാനം ഒരു യാഥാർത്ഥ്യമാണെന്നതുപോലെ, ഖബറുകളിൽ മണ്ണായി തീർന്ന മനുഷ്യന് വീണ്ടും അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതും ഒരു യാഥാർത്ഥ്യമാണെന്നതുപോലെ,
ഇഹലോകത്തിന് ബദലായൊരു പരലോകമുണ്ടെന്നും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായത്തിൽ 115-ാം വചനത്തിൽ പറയുന്നു, നിങ്ങളെ കളിതമാശക്ക് സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? നമ്മിലേക്ക് മടക്കപ്പെടില്ലെന്ന് അള്ളാഹു പറയുകയാണ്. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുമെന്ന്. അപ്പോൾ എന്തിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്? അത് മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിലുള്ള മാനവമോചനമുണ്ടല്ലോ, ഈ സന്ദേശത്തിന്റെ പ്രമേയമുണ്ടല്ലോ, യഥാർത്ഥത്തിലുള്ള മരണാനന്തര വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. 67-ാം അധ്യായത്തിലെ 2-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നത് എന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്കിൽ എന്താണ് സൽക്കർമ്മം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനാരുമല്ല ഏകനായ അല്ലാഹുവല്ലാതെ എന്നതാണ് ഏറ്റവും ഉന്നതമായ സൽക്കർമ്മം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കുക,